ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതൊരു നല്ല സോഫ്റ്റ് സ്പോഞ്ചി കേക്കാണ്. അതുപോലെ നമുക്കിത് മെഷറിംഗ് കപ്പ് ഒന്നുമില്ലാതെ വീട്ടിലുള്ള ഒരു സാധാരണ സ്പൂൺ ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഓവണും ബീറ്ററും ഒന്നും വേണ്ട. ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കുന്നവർക്ക് പോലും തയ്യാറാക്കി നോക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കേക്ക് തയ്യാറാക്കാനുള്ള കേക്ക് ടിൻ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി. എന്നിട്ട് മൈദ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക. പിന്നെ ഇതുപോലെ കേക്ക് ടിൻ തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് വീട്ടിലുള്ള സ്റ്റീലിൻ്റെ പാത്രം ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ഇതുപോലെ ചെയ്തിട്ടെടുക്കുക. ഇനി നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കുക. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്. അതുപോലെ ഞാനിപ്പോൾ ഇതുപോലെ ഒരു വിസ്ക് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വിസ്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ ഉപയോഗിച്ചാലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 2 മുട്ടയാണ്. മുട്ട എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുത്തിട്ട് ചേർക്കരുത്. കുറച്ച് നേരം ഒന്ന് പുറത്ത് വെച്ച് റൂം ടെമ്പറേച്ചറിലാക്കിയ ശേഷം വേണം നമ്മൾ കേക്കിലേക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മുട്ട ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വിസ്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടാണെങ്കിലും ഇതുപോലെ ഒന്ന് ചരിച്ച് പിടിച്ച് നന്നായി ബീറ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പതഞ്ഞ് കിട്ടും. ഒരുപാട് ടൈമൊന്നും വേണ്ട കേട്ടോ. ഒരു മിനിറ്റ് ഇതുപോലെ ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് ഇതുപോലെ പതഞ്ഞ് വരും. നമുക്ക് മിക്സിയിൽ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. പക്ഷേ മിക്സിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും ഒരു ഫ്ലഫി ആയിട്ട് നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വിസ്ക് അല്ലെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞത്. പിന്നെ ഈ ഒരു കേക്കിലേക്ക് നമ്മൾ അളവുകളെല്ലാം പറയാനായിട്ട് പോകുന്നത് ഇതുപോലൊരു സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അല്ല, നമ്മുടെ സാധാരണ വീട്ടിലുള്ള നോർമലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂണിൻ്റെ അളവാണ്. അപ്പോൾ ഈ ഒരു സ്പൂണിന് 6 സ്പൂൺ പഞ്ചസാരയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ മുട്ട അത്യാവശ്യം നമ്മൾ ഇത്രയും പതപ്പിച്ച ശേഷമാണ് പഞ്ചസാര ചേർക്കേണ്ടത്. പിന്നെ പഞ്ചസാര നമ്മൾ പൊടിച്ചിട്ടുള്ള പഞ്ചസാര വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അത് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഇതുപോലെ നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കുക. എന്നിട്ട് ഇത് നന്നായി ബീറ്റ് ചെയ്ത ശേഷം പിന്നെ ഒരു 2 സ്പൂൺ പഞ്ചസാര ചേർക്കുക. അങ്ങനെ നമ്മൾ ബീറ്റ് ചെയ്യുകയാണെങ്കിൽ മുട്ട നന്നായിട്ട് തന്നെ പതഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചരിച്ച് പിടിച്ച് നന്നായി ഇതുപോലെ ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുട്ട ഇതുപോലെ നന്നായി പതഞ്ഞ് വരാനായിട്ട് തുടങ്ങും. അപ്പോൾ കുറേശ്ശെ പഞ്ചസാര ചേർത്ത് ഈ ഒരു രീതിയിൽ മുട്ട നന്നായി പതപ്പിച്ചെടുക്കുക. മുട്ട നന്നായി പതപ്പിച്ചതുപോലെ എടുത്ത ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് അതേ സ്പൂണിന് തന്നെ 4 സ്പൂൺ ഓയിലാണ് കേട്ടോ. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർക്കാവുന്നതാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് ഏതെങ്കിലും ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പം 4 സ്പൂൺ ഓയിലൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് മുട്ടയുടെ മണമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. വാനില എസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏലക്കായ പൊടിച്ചത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഈ ഒരു കേക്കിലേക്ക് വാനില എസൻസ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അരിച്ച് ചേർക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് അതേ സ്പൂണിന് തന്നെ 8 സ്പൂൺ മൈദയാണ്. അപ്പോൾ 8 സ്പൂൺ എന്ന് പറയുന്നത് കപ്പിൻ്റെ അളവിൽ പറയുകയാണെങ്കിൽ 1/2 കപ്പിൽ താഴെ വരുള്ളൂ. 1/2 കപ്പിൽ കുറവാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ ചേർക്കണം. ഞാനൊരു കുഞ്ഞ് സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതിനൊരു 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. നമ്മൾ മുട്ട ഇത്രയും നന്നായി ബീറ്റ് ചെയ്ത് ചേർക്കുന്നതുകൊണ്ട് ബേക്കിംഗ് പൗഡർ അധികം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ നന്നായി ബീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ ബേക്കിംഗ് പൗഡർ ചേർത്തില്ലെങ്കിൽ പോലും നമ്മുടെ ഈ കേക്ക് നന്നായിട്ട് തന്നെ പൊങ്ങിക്കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ഒരു പൊടികൾ നന്നായിട്ട് അരിച്ചതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഞാൻ ഒരു നുള്ളു ഉപ്പൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായി അരിച്ച് ചേർത്ത ശേഷം ഇതുപോലൊരു മരത്തിൻ്റെ കയ്യിൽ വെച്ചിട്ട് പതുക്കെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഒരുപാടിട്ട് നമ്മൾ മിക്സ് ചെയ്യരുത്, മുട്ടയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പതുക്കെ ഇതുപോലെ ഒന്ന് എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 2 മുട്ട നന്നായി നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ 8 സ്പൂൺ പൊടി കറക്റ്റായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാവുക. ഇനി കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് 2 വട്ടം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതുപോലൊരു പാത്രത്തിലാണ് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ടൊരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. എന്നിട്ടിത് അടച്ച് ഒരു 5 മിനിറ്റ് നന്നായി ചൂടാക്കി എടുത്ത പാത്രമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കുക്കറാണെങ്കിലും ഇതുപോലെ പാത്രമാണെങ്കിലും ഒരു 5 മിനിറ്റ് നന്നായി പ്രീഹീറ്റ് ചെയ്ത ശേഷം വേണം കേക്ക് ടിൻ അതിലേക്ക് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടിത് അടച്ച് ഒരു 25 മുതൽ ഒരു 30 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. എനിക്കിവിടെ 25 മിനിറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഓരോ ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞാനൊരു 30 മിനിറ്റ് ആയപ്പോൾ തുറന്നപ്പോൾ നമ്മുടെ കേക്ക് നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് വെന്തോന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്വയർ വെച്ചിട്ട് ഒരു കത്തി വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. അതിലൊന്നും വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ കേക്ക് നന്നായിട്ട് റെഡി ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം.
നമ്മുടെ കേക്ക് നന്നായി തണുത്ത ശേഷം ഒരു കത്തി വെച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തട്ടിക്കൊടുത്താൽ തന്നെ നമ്മുടെ കേക്ക് നന്നായിട്ട് തന്നെ ഒരു പ്ലേറ്റിലേക്ക് വിട്ട് കിട്ടും. ബട്ടർ പേപ്പറൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെ കേക്ക് നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. അതുപോലെ നല്ല കളറൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കേക്കിൻ്റെ നല്ല സോഫ്റ്റാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, പഞ്ഞി പോലത്തെ കേക്കാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, നല്ല സിമ്പിളായിട്ട്. അപ്പോൾ ഈ ഒരു കേക്ക് ഞാനൊന്ന് മുറിച്ചുകൂടെ കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, സ്പോഞ്ചി കേക്കാണ്. നമുക്കിത് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. വെറുതെ തന്നെ കഴിക്കാം, നിങ്ങൾക്ക് ഇതല്ലാതെ ഐസിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ കേക്കാണ്, നമ്മൾ കുറച്ച് അളവുകളെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വലിയൊരു കേക്കായിട്ട് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഡബിളായിട്ട് എല്ലാ അളവുകളും എടുത്താൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ ഒരു റെഡ് കളറിലൊരു സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതുകൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നല്ലൊരു റെസിപ്പി ആയിട്ട്. താങ്ക്